Notch sensitivity. Notch sensitivity is defined as the susceptibility. 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 Possibility. That is meaning. Notch sensitivity is defined as the possibility of a material to succumb to the damaging effect of stress rising notches in fatigue loading. The notch sensitivity factor is denoted by Q. അതായത് ഒരു കോമ്പോണന്റ് ഫെറ്റിക് ലോഡിലേക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പോണന്റ് ഫെറ്റിക് ലോഡിലേക്ക് സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഫെറ്റിക് ലോഡിന് വിധേയമാകുമ്പോൾ അവിടെ സ്ട്രെസ് റൈസിങ് നോച്ചസ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡാമേജ് കാണിക്കും. അതായത് ആ വർക്ക് പീസ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ അത് കീഴടങ്ങാൻ പോവുകയാണ് എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്. അതായത് ആ മെറ്റീരിയൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആ മെറ്റീരിയൽ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സക്കംബ് SACCUMB എന്ന് സക്കംബ് എന്ന് പറയുമ്പോൾ കീഴടങ്ങുക എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ആ കീഴടങ്ങലിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ പോസിബിലിറ്റി അതിന് പറയുന്ന പേരാണ് നോച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് എപ്പോൾ എത്ര നേരം കൊണ്ട് അത് കീഴടങ്ങും അതിന് പറയുന്ന പേരാണ് നോച്ച് സെൻസിറ്റിവിറ്റി. ഓക്കെ, അതായത് ഒരു കോമ്പോണന്റ് ഫാറ്റിക് ലോഡിന് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്ട്രെസ് റൈസർ നോച്ചസ് ഹോൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജസ് കാണിക്കും. അതായത് ആ മെറ്റീരിയൽ കീഴടങ്ങാൻ പോവുകയാണ്, അത് ആ മെറ്റീരിയൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. ആ കീഴടങ്ങലിൻ്റെ പ്രോബബിലിറ്റി പോസിബിലിറ്റി അതിന് പറയുന്ന പേരാണ് നോച്ച് സെൻസിറ്റിവിറ്റി. അതായത് എപ്പോൾ എത്ര സമയം കൊണ്ട് അത് കീഴടങ്ങും ആ മെറ്റീരിയൽ അതിന് പറയുന്ന പേരാണ് നോച്ച് സെൻസിറ്റിവിറ്റി. Okay, it is denoted by small letter q. Small letter q is equal to increase in actual stress over nominal stress divided by increase in theoretical stress over nominal stress. ഇതാണ് അതിൻ്റെ റേഷ്യോ. നോച്ച് സെൻസിറ്റിവിറ്റി can also be defined as the നമുക്കിതിനെ വേറൊരു തരത്തിൽ കൂടി ഡിഫൈൻ ചെയ്യാം. എങ്ങനെ? It can be defined as the reduction in property of a material due to stress concentration. ഹോൾസ് നോച്ചസൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ കണ്ടമാനം ഉണ്ടാകുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ തന്നെ മെറ്റീരിയൽ ബ്രേക്ക് ആവും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീനെ ആ സ്ട്രെസ് കോൺസെൻട്രേഷൻ മോശമായ തരത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദി റിഡക്ഷൻ ഇൻ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഡ്യൂ ടു സ്ട്രെസ് കോൺസെൻട്രേഷൻ. അപ്പോൾ നോച്ച് സെൻസിറ്റിവിറ്റി ഇക്വേഷൻ Q is equal to K suffix TF divided by -1 divided by KT minus 1. If Q equal to 0 ആകുന്ന സമയത്ത് KTF is equal to 1 വരും. So the material has no notch sensitivity. If Q equal to 1, the material is subjected to notch sensitivity. Okay. ഈ രണ്ട് ലെവൽ ഇതിൻ്റെ ആവശ്യമില്ല, അത് നമ്മൾ വലിയ രീതിയിൽ കൂടെ വേണം. ഓക്കെ, ഇത്രയും മതി. നോട്ട് സെൻസിറ്റിവിറ്റി പറയുമ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇത്രയും മതി. അപ്പോൾ നോട്ട് സെൻസിറ്റിവിറ്റിനെ പറ്റി ഒരു ഐഡിയ ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിക്ക് കുറയും. അത് ഓർമ്മിക്കുക. The material will be strongest if the stress concentration is not there. അല്ലെങ്കിൽ if the stress concentration is not at that point, അങ്ങനെയാകുന്ന സമയത്ത് നമുക്കെന്ത് പറയാം, the material will be strongest. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കുറേ ഹോൾസ് ഒരു പെന്നിൻ്റെ മേലെ നമ്മൾ യൂണിഫോമായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് സമയത്ത് സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും. ബട്ട് ഇഫ് ദർ ആർ ഹോൾസ് പ്രസൻറ്റ് ഓൺ വൺ ലൊക്കേഷൻ ആൻഡ് ദി അതർ ലൊക്കേഷൻ ഓഫ് ദി പെൻ ഓർ സംതിങ് ആൻഡ് ദി അതർ ലൊക്കേഷൻ ദർ ആർ നോ ഇന്റേണൽ ഹോൾസ്, then the stress will be concentrated on that holes location. അല്ലേ? ഇവിടെ ഇതേപോലെ പെന്നെടുത്തിട്ടാകുമ്പോൾ ഇതിൽ നമ്മൾ യൂണിഫോമായിട്ട്
ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്താൽ കുഴപ്പമില്ല. എന്നാൽ ഒരു പ്രത്യേക ലൊക്കേഷനിൽ മാത്രം ഹോൾസും മറ്റു സ്ഥലത്ത് ഹോൾസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്ട്രെസ് സ്വാഭാവികമായിട്ടും ആ ഹോൾസ് ഉള്ള റീജിയനിൽ ആണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ വരിക. അപ്പോൾ അവിടെ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ തന്നെ അത് ബ്രേക്ക് ആയി പോകും. ഓക്കെ, അതായത് നോച്ച് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, സ്ട്രെസ് റൈസറാണ്. ഈ സ്ട്രെസ് റൈസർ കാരണം അല്ലെങ്കിൽ ഈ സ്ട്രെസ് റൈസർ ഉള്ള സമയത്ത് നമ്മുടെ ഫെറ്റിക് ലോഡിങ് ആ മെറ്റീരിയലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആക്ച്വലായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തിയറിറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ കിട്ടുമല്ലോ അതിനേക്കാളും കുറവായിരിക്കും ആക്ച്വൽ കേസിൽ. അപ്പോൾ അത് നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മെറ്റീരിയൽ പെട്ടെന്ന് ഫെയിലായി പോകും. അപ്പോൾ ആ മെറ്റീരിയൽ ഫെയിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, ആ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം ഇക്വേഷനിലേക്ക്. ആ ഫാക്ടറിന് നമ്മൾ പറഞ്ഞ പേരാണ് നോച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്ട്രെസ് റൈസേഴ്സ് ഉള്ള ഒരു മെറ്റീരിയൽ സൈക്ലിക് ലോഡിന് വിധേയമാകുമ്പോൾ ഓക്കെ നമ്മൾ തിയറിറ്റിക്കലി ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ച വാല്യൂവിനേക്കാളും താഴെ വെച്ചിട്ട് ആക്ച്വൽ കേസിൽ ആ മെറ്റീരിയൽ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യണം. ആ ഫാക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് നോച്ച് സെൻസിറ്റിവിറ്റി. അതായത് ബിക്കോസ് ഓഫ് ദിസ് നോച്ച് the amount of force or stress required to break the material will be less. This is called as notch sensitivity. അപ്പോൾ notch sensitivity is related to stress concentration. അപ്പോൾ notch sensitivity പറയുമ്പോൾ it is defined as the possibility of a material to succumb to the damaging effect of stress raising notches in fatigue loading. It is denoted by small letter q, or it can also be defined as the reduction in the property of a material due to stress concentration. ഇതാണ് ഇക്വേഷൻ. KTF എന്താണെന്ന് നമുക്കറിയാം. KT എന്താണെന്ന് അറിയാം. If Q equal to 0 what will happen, if Q equal to 1 what will happen, അത് എഴുതുക. ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, if you want to break this object, ഇവിടെ ഒരു നോച്ച് ഉണ്ടാക്കുക, അതിനെ ഫിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. കാരണം ഇവിടെ നോച്ച് ഉള്ളത് കൊണ്ട് അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ നോച്ച് ഉള്ള സമയത്ത് നോച്ച് ഒരു സ്ട്രെസ് റേസ്ഡാണ്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുക, ഈ ആക്ച്വൽ കേസിൽ ഈ മെറ്റീരിയൽ ഫെറ്റിക് ലോഡിങ്ങിന് വിധേയമാകുന്ന സമയത്ത് ആ മെറ്റീരിയൽ പെട്ടെന്ന് ബ്രേക്ക് ആയി പോകും. കാരണം നമ്മൾ തിയറിറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തതിനെക്കാട്ടും അത്ര എത്തൂല, അതിനെക്കാട്ടും ചെറിയ ഇതിൽ തന്നെ അത് ഫെയിൽ ആയി പോകും. നോച്ച് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് റേസറാണ്. ആ സ്ട്രെസ് റേസർ ഉള്ള സമയത്ത് ഫെറ്റിക് ലോഡിങ്ങിന് ആ മെറ്റീരിയൽ വിധേയമാകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും തിയറിറ്റിക്കലി ഉള്ളതിനേക്കാളും അതിൻ്റെ വാല്യൂ കുറവായിരിക്കും. സ്ട്രെസ് റേസർ ഉള്ള ഒരു മെറ്റീരിയൽ സൈക്ലിക് ലോഡിന് വിധേയമാകുമ്പോൾ നമ്മൾ തിയറിറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ, ആ പറയുന്ന വാല്യൂവിനേക്കാളും താഴെ അതിനേക്കാൾ ചെറിയ വാല്യൂവിൽ വെച്ചിട്ട് ആ മെറ്റീരിയൽ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നെങ്കിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ നോട്ട് സെൻസിറ്റിവിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്നുള്ള പറയുന്ന പോലെ ഈ നോട്ട് സെൻസിറ്റിവിറ്റി ഫാക്ടർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ഫാക്ടറിന് നമ്മൾ പറഞ്ഞ പേരാണ് നോട്ട് സെൻസിറ്റിവിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത്, നെക്സ്റ്റ് വി വിൽ ടോക്ക് അബൌട്ട് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിസൈൻ പ്രോസസ്സ്. ഫസ്റ്റ് വൺ recognition, RECOGNIZATION of need. Second one definition of problem അല്ലെങ്കിൽ problem definition. Synthesis. Fourth one analysis and optimization. Fifth one evaluation, then presentation. ഇതൊക്കെയാണ് നമ്മൾ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിസൈൻ പ്രോസസ്. അത് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്സിൻ്റെ പേര് എഴുതുക. ഇപ്പോൾ റെക്കഗ്നൈസേഷൻ ഓഫ് നീഡ് എന്ന് പറയുമ്പോൾ
നമ്മൾ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് വേണ്ടത് എന്ന് തീരുമാനിക്കും. അപ്പോൾ കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കസ്റ്റമർ എന്താണ് ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ അവരുടെ ആ ഒരു നീഡ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ റെക്കഗ്നീഷൻ ഓഫ് നീഡ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് കസ്റ്റമറിന് വേണ്ടത് അതിനെപ്പറ്റിയുള്ള ആ ഒരു ഡിസ്കഷൻ, അതാണ് റെക്കഗ്നൈസേഷൻ ഓഫ് നീഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുക. അവൻ നെക്സ്റ്റ് പ്രോബ്ലം ഡെഫിനിഷൻ. അപ്പോൾ കസ്റ്റമർ നീഡ് ഇന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ഡെഫിനിഷനാണ്. അതായത് ആ പ്രോഡക്റ്റിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താലാണ് കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ മൊബൈലൊക്കെ വന്ന സമയത്ത് നമ്മൾ മൊബൈലിൽ ഓരോ ഫീച്ചേഴ്സ് പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അതേമാതിരി ഒരു പ്രോഡക്റ്റിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്താൽ കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. ലൈക്ക് അതിൻ്റെ കളറ്, അതേമാതിരി ക്വാളിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ പെടും അതിനകത്ത്. പിന്നെ വരുന്നതാണ് സിന്തസിസ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ജോമെട്രി CAD മോഡലിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റമറുടെ നമ്മൾ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് എന്താണ് കസ്റ്റമർക്ക് വേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു വിത്ത് മിനിമം കോസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറയുന്ന സ്റ്റെപ്സിന് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഡിസൈൻ എഞ്ചിനീയറായിട്ട് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തു ഓക്കെ ആയി കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു മേക്ക് എ 3D മോഡലിംഗ് ഓർ 2D മോഡലിംഗ് ബൈ യൂസിങ് സോഫ്റ്റ്വെയർ. അത് സിന്തസിസിലാണ് വിടുക, സിന്തസിസ്. അതേമാതിരി നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ സിന്തസിസിൽ വരും. അതിനുശേഷം വരുന്നതാണ് അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന് എന്താ പറയണ്ടത്, നമ്മൾ അനാലിസിസ് തന്നെ അതിൻ്റെ ഫോഴ്സൊക്കെ വരുന്ന സമയത്ത് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുമോ അങ്ങനെയുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യും. അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ ഈ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ ഫെയിലായി പോയെങ്കിൽ നമ്മൾ റീഡിസൈൻ ചെയ്യും, വീണ്ടും ഇങ്ങോട്ടേക്ക് സിന്തസിസിലേക്ക് വരും. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയിക്കൊണ്ടിരിക്കും. അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ അത് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുള്ളൂ. അപ്പോൾ അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ടെസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു വലിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും, ചെറിയൊരു സ്മോൾ മോഡൽ, അതിൻ്റെ പറഞ്ഞ പേരാണ് പ്രോട്ടോടൈപ്പ്. ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റിനെ ടെസ്റ്റ് ചെയ്യും. എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റിൻ്റെ റിലയബിലിറ്റി എത്ര വരുന്നുണ്ട്, ക്വാളിറ്റി, അതൊക്കെ നമുക്ക് എൻഷുർ ചെയ്യണമല്ലോ. ആ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഓക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പിന്നെ ഇത് പ്രസൻറ്റേഷൻ ചെയ്യണം ആളുടെ മുമ്പിൽ. നമുക്കറിയാം ഈ കമ്പനീൻ്റെ മെയിനായിട്ടുള്ള MDയും അവിടെയൊക്കെ ഉണ്ടാവില്ല. മെയിനായിട്ട് ഈ കമ്പനിക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പൈസ ചിലവിടുന്ന മാനേജ്മെൻറ്റ് അവിടെ മുമ്പിൽ എന്ത് ചെയ്യും, ഡിസൈൻ എഞ്ചിനീയർ ഇത് പ്രസൻറ്റേഷൻ ചെയ്യും. അതിന് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താ പറയണ്ടേ, ഇപ്പോൾ പ്രൊജക്റ്റൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് PPT ഒക്കെ ഉണ്ടാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതന്നെ ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡിസൈൻ പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. റെക്കഗ്നൈസേഷൻ ഓഫ് നീഡ്, പ്രോബ്ലം ഡെഫിനിഷൻ, സിന്തസിസ്, അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, ഇവാലുവേഷൻ, ദെൻ ഫൈനലി പ്രസൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ 5 ഇവിടെ ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് 4th ക്വസ്റ്റ്യൻ, ഇത് 5th ക്വസ്റ്റ്യൻ. ഓക്കെ, 3rd question is what do you mean by fatigue stress concentration factor. 4th question is what is meant by not sensitivity, and 5th question is what are the steps involved in design process.